നമസ്കാരം. ഒരു മുറി ചെറുനാരങ്ങക്ക് ഇത്ര വലിയ വാർത്തയാകാൻ കഴിയുമോ? സമൂഹ മാധ്യമങ്ങളിൽ താരമാകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്നാണ് ഈ 2 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട വാർത്തകളിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാനായത്. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് സെലക്ട് ദർബാർ എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരു മുറി ചെറുനാരങ്ങയെ ചൊല്ലി തർക്കമുണ്ടായി. പിന്നീട് അത് ചോദിക്കാൻ ചെന്ന ആളുകൾ ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു. ഹോട്ടൽ ഉടമയുടെ പല്ലുപോയി. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 5ഓളം ചെറുപ്പക്കാർക്കെതിരെ നിരവധി വാർത്തകൾ പ്രചരിച്ചു. കൂടുതൽ വാർത്തകളും റീൽ രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും പ്രേക്ഷകർക്ക് കിട്ടിക്കാണില്ല. എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വമ്പൻ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഹോട്ടൽ മുതലാളിയും ഗുണ്ടകളായി ചിത്രീകരിച്ച 5ഓളം ചെറുപ്പക്കാർക്ക് ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഹോട്ടൽ മുതലാളി ഉൾപ്പെടെ 5ഓളം ആളുകൾക്കെതിരെ ഇവിടെ വടക്കാഞ്ചേരി പോലീസ് കേസെടുക്കുകയും ചെയ്തു. കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് കേസുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ വമ്പൻ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റീൽ രൂപത്തിലും അല്ലാതെയും ഒക്കെ വാർത്ത പ്രചരിപ്പിച്ചു. ചില പ്രമുഖരും ഹോട്ടൽ മുതലാളിയെ പിന്തുണച്ചുകൊണ്ട് റീലുകൾ ഇട്ടു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി DCC പ്രസിഡന്റ്, തൃശൂർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആണ്. അദ്ദേഹം ഹോട്ടൽ മുതലാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ എത്തി അത് റീൽസായി ആ പിന്തുണ പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്തായാലും അദ്ദേഹം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഖേദകരമാണ്. ഈ അടികൊണ്ട് അല്ലെങ്കിൽ ഗുണ്ടകളായി മാധ്യമങ്ങൾ ചിത്രീകരിച്ച ചെറുപ്പക്കാർ, അവർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, അതിൽ ഭൂരിഭാഗം ആളുകളും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ആളുകളാണ്. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ്. അത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായപ്പോഴും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ച ആ വീഡിയോ പിൻവലിക്കാൻ തയ്യാറായില്ല. ഹോട്ടൽ മുതലാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പോൾ പോലീസ് ഹോട്ടൽ മുതലാളിക്കെതിരെ കേസെടുത്തു. ഇപ്പോഴും ജോസഫ് ടാജറ്റിന്റെ പേജിൽ ആ റീല് കിടക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഹോട്ടൽ മുതലാളിയെ കണ്ടതും പിന്തുണ പ്രഖ്യാപിച്ചതുമൊക്കെ മറ്റ് മാധ്യമങ്ങളും വാർത്തയാക്കി. പത്രങ്ങളിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും ഇനി അദ്ദേഹം അത് പിൻവലിക്കണോ, അതുമായി മുന്നോട്ട് പോകണോ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ആ വിഷയത്തിൽ ഞാൻ ഇടപെടാനില്ല. എന്തായാലും ഇവിടെ നടന്ന സംഭവം ഞാൻ ചെറുതായി ഒന്ന് പറയാം. ഷാമിൽ അതുപോലെ മന, ഈ 2 പേർ ഹോട്ടലിൽ ഉച്ചയോടുകൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ചില്ലി ചിക്കൻ വാങ്ങിച്ചു. അതിലവർക്ക് വെച്ചു കൊടുത്തത്, നമ്മൾ സാധാരണ കടകളിലൊക്കെ ലൈം ജ്യൂസ് അതുപോലെ തന്നെ ഉപ്പ് സോഡയൊക്കെ ഉണ്ടാക്കിയാൽ ചെറുനാരങ്ങ പിഴിയും. ആ ചെറുനാരങ്ങ വേസ്റ്റിലേക്ക് ഇടും. അത്തരത്തിലൊരു ചെറുനാരങ്ങയാണ് ചില്ലി ചിക്കനിൽ വെച്ചു കൊടുത്തത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിനകത്ത് ഈച്ചയും അതുപോലെ തന്നെ ചെറിയ പ്രാണികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാർ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. വേണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾക്കടിയിൽ അത്തരത്തിലുള്ള കമന്റുകളും ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തായാലും ആ കമന്റും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്തായാലും വേണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർ കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. മാത്രമല്ല, ഈ ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ പൈസയും കൊടുത്തു. പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കാതെ പോരുന്നത് ഹോട്ടൽ മുതലാളിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അങ്ങനെ എഴുന്നേറ്റ് പോരുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇവരെ തടഞ്ഞു നിർത്തി കഴിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു. അതിന് തയ്യാറായില്ല. അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ഷാമിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ക്രൂരമായി മർദ്ദിച്ചു. ഈ ചെറുപ്പക്കാരന്റെ ചെവിയുടെ പാട പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ്. ആർക്ക് വേണമെങ്കിലും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പോയി ഈ ചെറുപ്പക്കാരന്റെ പരിക്ക് എന്താണ്, എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പരിശോധിക്കാം. എന്തായാലും ആ ചെറുപ്പക്കാരൻ തന്നെ ഉണ്ടായ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഞാനും ബ്രദറും കൂടിയിട്ട് ഹോട്ടലിൽ ഭക്ഷണം പോയതായിരുന്നു. ഭക്ഷണം ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ വന്ന നാരങ്ങ ചെറുതായിട്ട് ഉപയോഗിച്ചതും അതിൽ ചെറിയ പ്രാണികളുണ്ടായിരുന്നു. അപ്പോഴത്തെ സ്റ്റാഫിനെ വിളിച്ചു. സ്റ്റാഫിനല്ല, ഞങ്ങൾ ഓപ്പോസിറ്റിൽ നിന്ന് ബില്ലിങ് കൗണ്ടറായിരുന്നു. അവിടുന്ന് ആളെ വിളിച്ചു നോക്കുമ്പോൾ ആള് ക്ലീനിങ് സ്റ്റാഫിനെ പറഞ്ഞയച്ചു, ലേഡീനെ. അപ്പോൾ ആളെ സാധനം കൊടുത്തയച്ചപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു കൊടുത്തു.
അവർ വേറെ നാരങ്ങ എടുത്ത് തരികയും ചെയ്തു. പക്ഷെ നമ്മൾ ഇത്ര രൂപ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ എടുത്ത് വേറെ ഒരാളെ കൊടുത്തേക്ക് ചെയ്തത്. നമ്മൾ വീണ്ടും വിളിച്ചപ്പോഴാണ് മൂന്നാമത്തെ വട്ടം വിളിച്ചപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ തട്ടി കയറാണ് ചെയ്തത്. ഇത് ഉണങ്ങിയ നാരങ്ങയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉണങ്ങിയതല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും, മറ്റൊരാൾ ഉപയോഗിച്ചതും അതിൽ പ്രാണികളുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആള് നമ്മളെ തടയുകയും ബലമായിട്ട് ഭക്ഷണത്തിൻ്റെ കാശ് കൊടുത്തു. 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ ബലമായി പിടിച്ച് അടിക്കുകയും ചെയ്തു. 2-3 ആൾക്കാർ കൂടി മർദ്ദിച്ചു. പിന്നെ ഞാൻ നിലത്ത് വീണ് നോക്കുമ്പോൾ എന്താ ബോധം പോയി. എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ മാധ്യമങ്ങളാണ് കേട്ട പാതി കേൾക്കാത്ത പാതി. അവര് റീലുകളുമായി രംഗത്തെത്തി. ഇപ്പോൾ ഹോട്ടൽ ഉടമകളെ മർദ്ദിക്കുന്നു, ബിരിയാണിയിൽ കോഴിമുട്ടയില്ല, മന്തിയിൽ ചിക്കൻ പീസ് ഇല്ല, അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊറാട്ടയ്ക്ക് ചാറ് കിട്ടിയില്ല, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ചില അക്രമ സംഭവങ്ങൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊല്ലം ജില്ലയിലാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു വാർത്ത നല്ല റീച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ ഇത് മത്സരിച്ചത് പ്രചരിപ്പിച്ചു. അവരുദ്ദേശിച്ച കാര്യം നടന്നു. പക്ഷെ ഇവിടെ ചില ചെറുപ്പക്കാർ 5ഓളം ചെറുപ്പക്കാർ ഗുണ്ടകളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജീവിതത്തിൽ ഇതുവരെ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസില്ല. എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ചെറുപ്പക്കാരാണ്. അതായത് പുകവലി പോലും ഇല്ലാത്ത ചെറുപ്പക്കാരാണ്. അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊന്നുമില്ല. അത്തരക്കാരെയാണ് ഇവിടെ ഗുണ്ടകളാക്കിയത്. അവരുടെ പേരിൽ ലഹരി കേസുകളില്ല, മറ്റൊരു കേസുമില്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാൻ അവർ പോകാറില്ല. പിന്നെ പോലീസ് ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ചെറുപ്പക്കാർ എന്തിന് അവിടെ വന്നു? ആദ്യമുണ്ടായ സംഭവത്തിൽ ഒരു പരാതി തന്നാൽ മതിയായിരുന്നു, അവരൊരിക്കലും അവിടെ പോകണ്ടായിരുന്നു, പോയതാണ് തെറ്റ് എന്ന് പോലീസ് പറഞ്ഞു. എന്തായാലും ഉദ്ദേശം നല്ലതാണെങ്കിൽ അവിടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ പോയത് എന്തിനാണ് ഈ ചെറുപ്പക്കാരെ തല്ലിയത്, അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ സംസാരമുണ്ടായിട്ടുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം സംസാരമുണ്ടായ സമയത്ത് ഹോട്ടലിനകത്തു നിന്ന് തന്നെ ഒരു വ്യക്തി ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് ഇവരെ ക്രൂരമായി മർദ്ദിച്ചു. ഈ ചെന്ന ആളുകൾക്കും തല്ല് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തല്ല് കിട്ടിയപ്പോൾ അവർ പ്രതിരോധിച്ചിട്ടുണ്ട്. ആ തല്ലിനിടയിലാണ് ഹോട്ടൽ മുതലാളിയുടെ പല്ല് പോയത്. ഹോട്ടൽ മുതലാളിയുടെ പല്ല് പോയതുമായി ബന്ധപ്പെട്ട് ഹോട്ടലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം ഇവർ ക്രിക്കറ്റ് ബാറ്റുമായി വന്ന് അവരെ തല്ലി എന്നാണ്. പോലീസും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ക്രിക്കറ്റ് ബാറ്റ് അവിടെ നിന്ന് എടുത്താണ് തല്ലിയത് എന്ന് ഞാൻ SHOയോട് പറഞ്ഞു, വടക്കാഞ്ചേരി SHOയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞത് പ്രാഥമിക വിവരമാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട് എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇവിടെ ഒരു വീഡിയോ കൂടെ കാണിക്കുകയാണ്. അതായത് ഈ ഹോട്ടലിലെ ഒരു തൊഴിലാളി എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അത് കുറെ സംസാരിച്ച് കുറെ നിർത്തിയതാണ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവരതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഒന്ന് ചോദിച്ച് കോളർ പിടിക്കുന്നു, വീഡിയോ കോൾ കാണിച്ചിട്ട് ഇവനാണോ ചോദിച്ചിട്ട് ഓരോ ആൾക്കാരെ മുന്നിലേക്കും കൊണ്ടുപോയിരുന്നു. അങ്ങനെ എല്ലാവരും നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക, സമാധാനമായി സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ അവരാരും ഇത് നോക്കണില്ല. നീയാണോ അടിച്ച് ഇതെന്താ ഗുണ്ടായിസാണോ ചോദിച്ചിട്ടാണ് പിന്നെ അടി ഉണ്ടായിരുന്നത്. പിന്നെ ആകെ അടിയായി. പിന്നെ നമ്മളെ തല്ലുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നില്ലല്ലോ. അതുപോലെ നമ്മളും തിരിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ. ബാറ്റ് നമ്മൾ കളിക്കുന്ന ബാറ്റായിരുന്നു. നമ്മളവിടെ കളിക്കാൻ വെക്കുന്നതാണ്, നമ്മൾ ഡെയിലി രാത്രി കളിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. ഇവർ 5-8 ആൾക്കാർ വന്നിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോഴത്തേന് അവർ 5-8 ആൾക്കാരും കൂടി പിടിച്ച് വലിച്ച്, അതുകൊണ്ട് അവർ നമ്മൾ തന്നെ തിരിച്ചടിക്കലാണ് ഉണ്ടായിരുന്നത്. അതായത് പോലീസും അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ മുതലാളിയുടെ ഉപ്പയും ഒക്കെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടുവന്ന് തല്ലി എന്ന് പറയുമ്പോൾ ഹോട്ടലിലെ ഒരു തൊഴിലാളി പറയുന്നു, അവരിവിടെ വന്ന് സംസാരമുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ക്രിക്കറ്റ് ബാറ്റ് അകത്തുണ്ടായിരുന്നു, അതെടുത്തു വന്ന് ഞങ്ങൾ അവരെ പ്രതിരോധിക്കുന്ന സമയത്ത് അത് വാങ്ങി അവർ ഞങ്ങളെ തല്ലി എന്നാണ് ഹോട്ടലിലെ ഒരു തൊഴിലാളി പറയുന്നത്. എന്തായാലും ഇവിടെ അങ്ങോട്ട് പോയി പ്രശ്നമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അടി കൊണ്ടത് ഇവിടെ നിന്ന് പോയ ആളുകൾക്കാണ്. ഹോട്ടൽ മുതലാളിയുടെ പല്ല് പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് സംഭവിച്ചത് ഈ ഹോട്ടലിലെ ജീവനക്കാരുടെയും മുതലാളിയുടെയും കയ്യിലിരിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് സത്യസന്ധമായ വിവരം. എന്തായാലും പോലീസ് പ്രാഥമിക വിവരമാണ് കോടതിക്ക് കൊടുത്തത്. FIR ഇട്ടപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട് എന്നാണ് പറയുന്നത്. അതെന്തായാലും വരട്ടെ, വരുന്ന മുറക്ക് നമുക്ക് ആ ഒരു വിഷയം കൈകാര്യം ചെയ്യാം. എന്തായാലും ഇപ്പോൾ എനിക്ക് ഇവിടെ പോലീസിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിവരങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ പോലീസ് ഇവിടെ ഹോട്ടൽ മുതലാളിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരന്റെ ചെവിയുടെ പാട പൊട്ടിയതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത്. പ്രൈവറ്റ് ആശുപത്രിയിലായതുകൊണ്ട് ഇപ്പോൾ നോൺ ബൈലബിൾ സെക്ഷൻ ഒന്നും ഇവിടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല.
മെഡിക്കൽ കോളേജിലെ ENT സർജനെ കാണിച്ച് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നാണ് ACP പറഞ്ഞത്. എന്തായാലും ഇവിടെ CIയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതതിന്റെ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ വിവരങ്ങൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്താണ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് എന്ന് കൃത്യമായി പോലീസിന് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഭവം നടന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അത് ആ ദൃശ്യങ്ങൾ മുഴുവനായി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. തൽക്കാലം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൃശ്യങ്ങൾ, ഹോട്ടലുകാർക്ക് ആവശ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കൃത്യമായ ആ ദിവസത്തെ മുഴുവൻ ദൃശ്യങ്ങൾ എടുത്താൽ മാത്രമാണ് ഇതിന്റെ സത്യമായ ഒരു വിവരം മനസ്സിലാക്കാൻ പോലീസിനും കോടതിക്കുമൊക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് വേണ്ടത് ഈ സംഭവം നടന്ന ദിവസത്തെ CCTV ഫുട്ടേജ് മുഴുവനായിട്ട് അത് എടുത്തു വെക്കാൻ ശ്രമിക്കണം. അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ട ഒരു സംവിധാനം, ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഈ അടികൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ചെവിയുടെ പാട പൊട്ടി ആശുപത്രിയിൽ കിടക്കുന്ന വ്യക്തി, ആ ഒരു വ്യക്തിക്ക് അടി കിട്ടിയതിന്റെ ഭാഗമായി അത് ചോദിക്കാൻ പോയ ആളുകളെയാണ് ഇവിടെ ഗുണ്ടകളാക്കിയത്. അതിന്റെ ഭാഗമായി അവർക്ക് തല്ല് കിട്ടി. തല്ലിനിടയിൽ മുതലാളിയുടെ പല്ല് പോയി. അപ്പോഴാണ് ഇവിടെ ഇവർ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ഇവിടെ പ്രതിയായത്. എന്തായാലും അതിന്റെ സത്യമായിട്ടുള്ള ഒരു വിവരം ഏവരും അറിയേണ്ടതുണ്ട്. കുറച്ച് തുണ്ട് വീഡിയോകൾ മാത്രമാണ് പുറത്തു വന്നത്. ആ സത്യം അറിയുന്നതിന് വേണ്ടി പോലീസ് ആ CCTV ദൃശ്യങ്ങൾ എടുക്കണം. അത് എടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടെ പരാതിക്കാരൻ. എന്തായാലും അതിനു മുമ്പ് പോലീസ് അത് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ നാരങ്ങ നീരുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലുണ്ടായ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇതിന്റെ സത്യം. ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. ഇവിടെ ഹോട്ടൽ അസോസിയേഷന്റെ ആളുകളൊക്കെ പോലീസ് സ്റ്റേഷന്റെ പടിക്കലേക്ക് അവർ പ്രകടനമൊക്കെയായി വന്ന് പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. തോന്നിയ വിലക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നു, അതുപോലെ തന്നെ ഇവർക്ക് തോന്നിയ സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നു. നമുക്കറിയാം 4-5 ദിവസം പഴക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ വിളമ്പുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് നടപടികൾ ഹോട്ടലുകാർക്കെതിരെ പലപ്പോഴും ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകാറുണ്ട്. കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം ഹോട്ടലുകാരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ട ഒരു ഇടപെടലും ഈ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.